തോന്നാൻ തന്നെ കാരണം ഞാൻ തന്നെ ഒരുപാട് യോഗ അവയർനെസ് ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് വ്യത്യസ്തമായ ഒരു രീതിയിൽ യോഗ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒരു അവയർനെസ് ചെയ്തുകൂടാണ്. അങ്ങനെയാണ് യോഗ മെന്റലിസം എന്നൊരു ആശയം എനിക്ക് തോന്നിയത്. എൻ്റെ ഈ ആശയം ഞങ്ങളുടെ പോത്തങ്കോട് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലെ ചാർജ് മെഡിക്കൽ ഓഫീസർ പ്രവിത മേഡവും ഈ പ്രോഗ്രാമിൻ്റെ കൺവീനറായ വിഷ്ണു ഡോക്ടറോടും ഈ കാര്യം അവതരിപ്പിക്കുകയും അവരുടെ സപ്പോർട്ടാണ് എന്ന് എനിക്ക് ഈ വേദിയിൽ ഒരു അവസരമായി മാറിയത്. നമ്മൾ ഓരോരുത്തരെയും ഒരു റോസാ ചെടിയായി സങ്കല്പിച്ചാൽ ആ റോസാ ചെടിക്ക് വളരാൻ വെള്ളവും മണ്ണും മാത്രം പോരാ. അത് പുഷ്ടിച്ച് പൂക്കണമെങ്കിൽ അതിന് സൂര്യപ്രകാശം വേണം. ആ സൂര്യപ്രകാശത്തെ നമ്മുടെ യോഗയായി ഒന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കിക്കേ. ശക്തിയായി ചുരുക്കുക. എത്രത്തോളം നിങ്ങളുടെ സ്ട്രെസ് പ്രശ്നങ്ങൾ, ഇപ്പം നിങ്ങൾ അലട്ടുന്ന പ്രശ്നങ്ങൾ എല്ലാം ആ പേപ്പറിൽ ശക്തിയായിട്ട് ചുരുട്ടി കീറണമെങ്കിൽ കീറാം. എത്രത്തോളം ദേഷ്യം തീർക്കാനുണ്ട് അതെല്ലാം ആ പേപ്പറിലേക്ക് തീർത്തോളൂ. സാവകാശം ശ്വാസനിശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. സ്ലോലി ഓപ്പൺ യുവർ ഐസ്. സാവകാശം നിങ്ങളുടെ കണ്ണുകൾ ഉയർത്താം. ശ്വാസം എടുത്തുകൊണ്ട് സാവകാശം ഇരു കൈകളും മുകളിലേക്ക് ഉയർത്താം. ഉയർത്തി വെച്ച് ശ്വാസനിശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കാം. മറ്റൊരിടത്തേക്കും ചിന്ത പോകരുത്. ശ്വാസനിശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ശ്വാസം തന്നെയാണ് നമ്മുടെ ജീവൻ, നമ്മുടെ പ്രാണൻ. ആ പ്രാണനോട് കൂടെ ആയിരിക്കാം. വീണ്ടും ചെറുതെടുക്കോളൂ. ഓഡിയൻസിനോട് ഫോക്കസ് ചെയ്തോളൂ. എല്ലാവരും കറക്റ്റ് ആക്കിയില്ലേ? ആർക്കെങ്കിലും ഞാൻ ഫസ്റ്റ് ചോദിച്ചു ആർക്കെങ്കിലും കറക്റ്റ് ആയോ എന്ന്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നു ആർക്കെങ്കിലും കറക്റ്റ് ആവാതെ ഉണ്ടോ എന്ന്. ഉണ്ടോ? ആർക്കെങ്കിലും കറക്റ്റ് ആവാതെ ഉണ്ടോ? ഇതാണ് യോഗ. ഒരു ജീവി ശ്രേണിയിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന പോലെ ആസനം നമ്മൾ കാണുകയാണ്. കണ്ണുകൊണ്ടാണ് പാനമുക്താസനം തന്നെയാണോ? അതായത് നമ്മുടെ രണ്ട് കാലും 90 ഡിഗ്രി ഉയർത്തണം. ആദ്യം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് രണ്ട് കാലും 90 ഡിഗ്രി ഉയർത്തി കുറച്ച് സമയം അതേ പൊസിഷനിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം പതിയെ മുട്ട് മടക്കാം. രണ്ട് മുട്ട് മടക്കി രണ്ട് കൈ കൊണ്ട് മുട്ടിനെ ചേർത്ത് വെച്ച ശേഷം പതിയെ തല ഉയർത്താം. കുറച്ച് ഈ പൊസിഷൻ മകരാസനമാണ്. അതായത് നമ്മൾ ഇതൊരു റിലാക്സേഷൻ പൊസിഷൻ ആണ്. ഇതൊരു റിലാക്സേറ്റീവ് പൊസിഷൻ ആണ്. അതായത് നമ്മുടെ രണ്ട് കാലുകളും ചേർന്നിരിക്കണം. നമ്മുടെ കൈ റിലാക്സ് ചെയ്ത് നമ്മുടെ മാറ്റിന്റെ രണ്ട് സൈഡിലായിട്ട് വെക്കണം. ഇതാണ് കറക്റ്റ് പൊസിഷൻ. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നടുവേദന ഉള്ളവർക്ക് ഈ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്.